എൻ്റെ ഫ്രണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു. അതൊരു വിയേർഡ് സിറ്റുവേഷനാണ്. എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട് ഇൻസൾട്ട് ആയ ഭാവം കാണിക്കരുത്, ഇങ്ങനെ ശക്തിയായിട്ടിരിക്കണം, കുഴപ്പമില്ല എന്നുള്ള രീതി ഇരിക്കണം എന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ അവന് മനസ്സിലായി എനിക്കത് വിഷമമായിട്ടുണ്ടെന്ന്, എനിക്കത് ഫീലായിട്ടുണ്ടെന്ന്. ഞാൻ ഇങ്ങനെ നിൽക്കും. അവൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. ഞാൻ പറഞ്ഞില്ലടാ, ഞാനും വരുന്നില്ല, ഞാൻ ബാക്കിലോട്ട് നടന്നു. ഇമാജിൻ ദിസ് ബ്രോ. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകും. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ 20 രൂപ ശ്രീസൃഷ്ടിക്കടയിലെങ്ങാണ്ട ഫുഡ് കഴിക്കാൻ പോകും. കാരണം ചീപ്പാണ്. സാമ്പാറുണ്ട്, ചോറുണ്ട്, പിന്നെ തോരനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ ഫുഡൊക്കെ മേടിക്കും. ഇങ്ങനെ രസമാണ്. ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഉച്ചയ്ക്ക് ഞങ്ങൾ കോളേജിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പം അവിടെ 2 വണ്ടിയേ ഉള്ളൂ. ഒരു ആക്റ്റീവയും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് നടക്കുന്നു. ഞാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഈ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. അവിടെ എത്തി ഒരുത്തൻ ആക്റ്റീവയ്ക്കകത്ത് കയറി, അവൻ്റെ കൂടെ വേറൊരുത്തൻ കയറി, ഒരുത്തൻ ബൈക്കിൽ കയറി, അവൻ്റെ കൂടെ വേറൊരുത്തൻ കയറി. ഞാനപ്പോൾ ആക്റ്റീവയ്ക്കകത്ത് കയറാൻ നോക്കി. അപ്പോൾ കയറാൻ നോക്കിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇല്ലടാ, ലോഡ് എടുക്കാൻ പറ്റത്തില്ല, ആക്റ്റീവയ്ക്കകത്ത് എടുക്കാൻ പറ്റത്തില്ല, നിനക്ക് വണ്ടി ഇല്ലല്ലോ, നീ ഇവിടെ നിൽക്കുക, അവന്മാർ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അങ്ങ് നേരെ താഴോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മറ്റവന്മാർ വന്നു. ഞാൻ അവന്മാരിലോട്ട് കയറാൻ നോക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ, ഇന്ന് ഞാൻ സ്പീഡിലായിരിക്കും പോകുന്നത്, അപ്പം നീയും കൂടെ ഇരുന്നാൽ അത് ശരിയാവത്തില്ല, നീ ഇപ്പം എങ്ങനെ പോവും എന്നവൻ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ താഴെ പോയി ഫുഡ് കഴിച്ചോളാം. അങ്ങനെ ഞാനിങ്ങനെ താഴോട്ട് നടക്കുക. താഴോട്ട് നടന്നപ്പം എൻ്റെ മൈൻഡിൽ തിങ്ക് ചെയ്യുന്നത് മൊത്തം ഇതാണ്: ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്തിനാണ് ഇവരുടെ കൂടെ വന്നത്. എനിക്കത് റിയലി, ഞങ്ങളോട് കള്ളം പറയുമല്ലോ, എനിക്കത് റിയലി വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു കാര്യത്തിന് വേണ്ടി പോകാമെന്ന് പറയുന്നു, എന്നിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് അവോയ്ഡ് ചെയ്യുന്നു. ഇറ്റ്സ് എ പെയിൻഫുൾ തിങ്, റൈറ്റ്? എനിക്കതിനകത്ത് ഒരു കള്ളത്തിലുള്ള പെയിൻ ഒന്നുമില്ല ബ്രോ, അടിപൊളി, നോ 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 നോ, അങ്ങനെ ഞാൻ പറയത്തില്ല. ഇറ്റ്സ് എ പെയിൻഫുൾ തിങ്. ഞാൻ അപ്പം തൊട്ട് എൻ്റെ മൈൻഡിൽ തിങ്ക് ചെയ്തൊരു കാര്യം: എന്തുകൊണ്ട് അവരെന്നെ അവോയ്ഡ് ചെയ്തു, എന്തുകൊണ്ട് അവർക്ക് എന്നെ കൊണ്ടുപോയിക്കൂടായിരുന്നു, എന്തുകൊണ്ട് അവരെന്നെ അവോയ്ഡ് ചെയ്തു. ശരിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നതിൻ്റെ തൊട്ട് സത്യത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലാതെ നിന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തില്ല, അങ്ങനെ ആയിരിക്കാം. പക്ഷേ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. എനിക്കറിയാം, നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ കണ്ടിന്യൂസ് കൂടെ ലൈഫിൽ കടന്നു പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എങ്ങനെയുള്ള ടൈപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു വിയർഡായിട്ടുള്ള റാഡ് മൈൻഡ് സെറ്റുള്ള, ഒരു പ്രയോജനമില്ലാത്ത, നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നമ്മളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഒരു സപ്പോർട്ട് തരാത്ത, നമുക്കൊരു പ്രോബ്ലം ഉണ്ടായാൽ അവനോട് വിളിച്ചു പറഞ്ഞ ഒരു സപ്പോർട്ട് പോലും നമുക്ക് തരാത്ത അങ്ങനെ ഒരു ഫ്രണ്ടാണോ നിങ്ങൾക്കും എനിക്കും വേണ്ടത്? അങ്ങനെ ഒരു ഫ്രണ്ടാണോ നമ്മുടെ ഈഗിൾ ലൈഫ് എന്ന ഡ്രീമിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങളുടെ ഫ്രണ്ട്സ്, 5 ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. അങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്കും അങ്ങനെ അത്ര ഹാർഡ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ല. റിയലി ഞാൻ ഓപ്പൺലി പറയുന്നു. കാരണം എൻ്റെ ഗോളിനെ, എൻ്റെ എയിമിനെ, എനിക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇരുന്നിട്ട് കൊള്ളാം എന്ന് പറയുന്ന ഒരാളല്ല. നോ, അങ്ങനെ ഒരാളല്ല എനിക്ക് വേണ്ടത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യണം, എൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യണം, ഒരു ബ്രദറിൻ്റെ കൂട്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്. എനിക്കറിയാം, നമ്മൾ സെയിം മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അതാണ് നമ്മുടെ ഇസഡ് ഗ്രൂപ്പിൻ്റെ മെയിൻ പവർ. ബ്രോ, നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുക, ബ്രോ എനിക്കും ആഗ്രഹമുണ്ട് ബ്രോ, അങ്ങനെ ഒരാൾ വേണം, എനിക്കും ആഗ്രഹമുണ്ട്, ഒരുമിച്ച് ജിമ്മിൽ പോകണം, ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം, ഒരുമിച്ച് പൈസ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ബ്രദർഹുഡ് ആയിട്ടുള്ള, റിയലി മെൻ ആയിട്ടുള്ള, മാസ്കുലിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതെങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ ആ ആളെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുപോലെ തന്നെ ഇതുപോലുള്ള റാഡ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്ത് ഇരിക്കുന്ന, കാരണം അവന്മാരുടെ എനർജി ഉണ്ട്, മനസ്സിലായില്ലേ? അവന്മാരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി. ഒന്നും വേണ്ട, ഇങ്ങനെ പോട്ടെ, ഞാൻ ഇങ്ങനെ ഒരാളാ, നിങ്ങൾ ഈവൻ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊരു കാര്യം അച്ചീവ് ചെയ്തു, നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിച്ച് നിങ്ങൾ അവളെ സെറ്റാക്കി, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ഉടുപ്പിട്ടുകൊണ്ട് വന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴും റിയലി നിങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞാൽ പോലും അവനൊരു ഒരു 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 ജാട, ഒരു 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 ഇൻസൾട്ട് നിങ്ങളോട് എപ്പോഴും തരുന്നു. നീ വലിയ പൈസ ഉള്ളവനാ, നിനക്കൊക്കെ ഇപ്പൊ ഫ്രണ്ടായല്ലോ, നമ്മളൊന്നും വേണം, മനസ്സിലായില്ലേ? നമ്മുടെ മെയിൻ ഗോളിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫ്രണ്ട് നമുക്ക് ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പൊ നിങ്ങൾ ലോൺലിയാണ്, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഫ്രണ്ട് ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക ബ്രോ. റിയലി റാറ്റ് ആയിട്ടുള്ള ഒരു 5 ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്,
നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ലോൺലി ആയിട്ട്, നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തിനാണ് നിങ്ങൾക്ക് റാറ്റായിട്ടുള്ള 5 പേർ? ആ 5 പേര് നിങ്ങൾക്ക് റാറ്റായിട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫും അതുപോലെ തന്നെ മാറും. അതുപോലെ തന്നെ ഒരു ആറാമനായി നിങ്ങളും മാറും. അങ്ങനെയാണോ നമുക്ക് ആവേണ്ടത്? സോ ചൂസ് യുവർ ഫ്രണ്ട് വൈസ്ലി ഇസ് വെരി വെരി ഡാം ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരു കോട്ട് ഓർക്കുന്നുണ്ട് ബ്രോ, നിങ്ങളുടെ എനിമീസിനെ അല്ല നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയാണ്. കാരണം അവർ നിങ്ങളെ ബിട്രേ ചെയ്യും. എന്തുകൊണ്ടാണ് അവന്മാർ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഞാനത് കാണിക്കാതെ ഇങ്ങനെ ഒളിച്ചു വെച്ചത്? എന്തുകൊണ്ടാണ്? അത് പെയിൻ ആയിട്ടുള്ള കാര്യമാണ് റിയലി. പക്ഷെ ഞാൻ അവരെ എൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടു, ഞാൻ അവരെ അതുപോലെ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ അവർക്കൊരു ഇമോഷൻ കണക്ഷൻ കൊടുത്തു. അല്ലാതെ വെളിയിൽ പോകുന്ന ഒരുത്തവനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ. ഞാൻ കൊടുത്ത ആ വിലയ്ക്ക് അവൻ ഒരു റെസ്പെക്റ്റും കാണിച്ചില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് മിണ്ടുന്നില്ല, നിങ്ങളുടെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു സപ്പോർട്ട് തരുന്നില്ല, എപ്പോഴും അവൻ നെഗറ്റീവ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, എങ്ങനെ ഉണ്ടെങ്കിൽ റിയലി നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക, എന്തിനാണ് അങ്ങനെ ഒരാളെ? ബ്രോ, നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇപ്പമുള്ള ഓരോരോ ഫ്രണ്ട്സിനെയും നിങ്ങൾ അനലൈസ് ചെയ്യുക. നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ്, നമ്മുടെ വേ ഓഫ് ലൈഫ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണോ, അതോ അതിന് ഉൾട്ടയായിട്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ്? എപ്പോഴും ഗെയിം കളിക്കുന്ന, എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് നിങ്ങളെ ഡ്രാഗ് ചെയ്ത് അവൻ്റെ കുഴിയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ഫ്രണ്ട്സ്? അതോ അതേ സെയിം ടൈമിൽ മാസ്കുലിൻ ആയിട്ടുള്ള സപ്പോർട്ട് തരുന്ന, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായാൽ അവൻ അവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന, ബ്രദറിനെ പോലെ, സ്വന്തം ബ്രദറിനെ പോലെ കാണുന്ന, ഒരിക്കലും നിങ്ങളെ പുറകിൽ നിന്ന് കുത്താത്ത, ഒരു പെണ്ണിൻ്റെ പേരിൽ നിങ്ങളോട് അടി ഉണ്ടാക്കാത്ത ആ റിയൽ ആയിട്ടുള്ള ആ ബ്രദർ ആണോ നിങ്ങൾക്ക് വേണ്ടത്? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. ഐ എം ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ. ഈ മൈൻഡ് സെറ്റുള്ള ഒരാളെയാണോ നമുക്ക് വേണ്ടത്? റാറ്റായിട്ടുള്ള, നമ്മളെ ബിട്രേ ചെയ്യുന്ന, ഒരു പെണ്ണിൻ്റെ പേരിൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന അവനെയാണോ നമുക്ക് വേണ്ടത്? അതോ ഈഗിൾ മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരാളെയാണോ നമുക്ക് വേണ്ടത്? സോ ഇത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കണം. നമുക്കറിയാം നമ്മുടെ എയിം എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. സോ ഡിഫൈൻ ഇറ്റ് നൗ. നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട് എന്തായിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെ ഉള്ള ഒരാളായിരിക്കണം. നിങ്ങളത് ജേർണലിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് അത് കറക്റ്റായിട്ട് എഴുതുക. ഓ അങ്ങനെയൊന്നും ചെയ്യണ്ട, ഈ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ പെൺകുട്ടികളൊന്നുമില്ല, ഞാൻ ഡയറി എഴുതില്ല, ഓടാ പൊട്ടാ. അതല്ല ഇവിടെ പറയുന്നത്. നിങ്ങളത് ഡിഫൈൻ ചെയ്തിരിക്കണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രോ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പ്രശ്നമാണ്, ഇപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഓക്കെ എനിക്ക് എങ്ങനെയുള്ള ഫ്രണ്ടാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ ആസ്ട്രോളജി പരമായിട്ട് എനിക്കൊരു ഫ്രണ്ട് വരും, എൻ്റെ കമ്പനി ആയിട്ടുള്ള ഫ്രണ്ട്, അങ്ങനല്ല ബ്രോ സംഭവിക്കുന്നത്. നമ്മുടെ ഗോളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ബ്രദർഹുഡ് എന്ന് പറയുന്നത്. സോ ഡിഫൈൻ ഇറ്റ് നൗ. ഓക്കെ, ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഓ ശരിയാ ബ്രോ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ശരി അങ്ങനെ ഒരു ഫ്രണ്ടാണ് വേണ്ടത്, ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് ബ്രോ. ഓക്കെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു, ഇവിടെയാണ് ഇതിൻ്റെ ട്രിക്കി പാർട്ട്. നിങ്ങൾ അങ്ങനെ ഒരാളാണോ? നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾ കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണോ? നിങ്ങൾക്ക് ആ മാസ്കുലിൻ ഫീൽ ഉണ്ടോ? നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൻ്റെ എക്സ് നിനക്ക് മെസ്സേജ് അയച്ചു, ഓ അപ്പം നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അവിടെ ബോഡിയൊക്കെ കണ്ടിട്ട് നിനക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ്നെസ് തോന്നി, ഇങ്ങനെ മെസ്സേജ് അയച്ചു, അവനെ നീ ബിട്രേ ചെയ്യുന്ന ഒരാളാണോ? റിയലി നമ്മളിവിടെ സീരിയസ് ടോക്കാണ് ചെയ്യുന്നത്, സീരിയസ് ടോക്ക്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ബ്രദർഹുഡ്, റിയൽ മാസ്കുലിൻ ആയിട്ടുള്ള ബ്രദർഹുഡ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുക. ഇതൊരു അയൺ ബ്ലഡഡ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ബ്രദർഹുഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത റൂൾസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെ ഒരാളെയാണ് നമുക്ക് വേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. രണ്ടാമത്, ഇപ്പോൾ ഞാൻ എങ്ങനെ ഒരാളാണ്, എൻ്റെ മെൻറ്റാലിറ്റി എന്താണ്, എൻ്റെ കേപ്പബിലിറ്റി എന്താണ്, ഞാൻ എപ്പോഴും ഇപ്പോൾ വല്ല പെണ്ണും കൂടി റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഫാപ്പ് ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെ ഒരാളെ ആർക്കെങ്കിലും ഫ്രണ്ടായിട്ട് വേണോ? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഇവിടെ നിങ്ങളോട് ഒരിക്കലും പറയത്തില്ല, ഓ ലൈഫ് എല്ലാം ഹാപ്പിയാണ്, സുഖമാണ്, എല്ലാവരും പോസിറ്റീവാണ്, ലോകത്തെല്ലാം നല്ലതാണ് നടക്കുന്നത്, അങ്ങനെ ഞാൻ പറയത്തില്ല. ബിക്കോസ് എൻ്റെ സ്ക്രൂ ഊരിപ്പോയിട്ടൊന്നുമില്ല, റൈറ്റ്? ഈ ഫെമിനിസ്റ്റ് മോഡേൺ വോക്കിസം സംസാരിക്കുന്ന കുറേ ബിസിനസിൻ്റെ കൂട്ട് എൻ്റെ അങ്ങനെ പോയിട്ടില്ല, റൈറ്റ്? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. സോ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, നമുക്കതിന് കേപ്പബിലിറ്റി ഉണ്ടോ?
അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രദർഹുഡ് വേണം, ആ ഫ്രണ്ട്ഷിപ്പ് വേണം, ആ ഓറ വേണം, ആ സപ്പോർട്ട് വേണം, എല്ലാം വേണം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഒരാളാണോ? അതാണ് ബ്രോ. നമ്മൾ സ്വയമായിട്ട് നമ്മളോട് ചോദിക്കാത്ത, നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ചോദിക്കണം, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, ഓക്കെ ഞാൻ അങ്ങനെയുള്ള ആളാണോ? ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഫ്രണ്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ? ഈ ക്വസ്റ്റ്യൻ നമ്മളോട് സ്വന്തമായിട്ട് ചോദിക്കണം. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ യു ആർ വീക്ക് മെൻ, റൈറ്റ്? വേറൊന്നുമല്ല, ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. ഇവൻ പറയുന്നത് ഇച്ചിരി കൂടുതലാണ് പറയുന്നത്, ഇവൻ കുറച്ച് ഇതായിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ യു ആർ എ വീക്ക് മെൻ. ഹായ് വീക്ക് മെൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇനിയും ഞാൻ നിങ്ങളോട് കുറച്ച് ഡീപ്പായിട്ടുള്ള ലെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എന്താ വേണ്ടതെന്ന്, അവനും അറിയാം അവൻ്റെ ലൈഫിൽ എന്താ വേണ്ടത്. നമ്മുടെ രണ്ടും മൈൻഡ് സെറ്റ് ഒരുപോലെയാണ്. നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ബിട്രേ ചെയ്യത്തില്ല. ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവിടാണ് ബ്രോ മാസ്കുലിനിറ്റിയുടെ എനർജി വരുന്നത്. അവിടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നത്. അവിടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ വരുന്നത്. എന്നാൽ മാത്രം, ഇപ്പം നിങ്ങൾ എന്നെ കളിയാക്കുകയാണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും, ഞാൻ നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. മനസ്സിലായില്ലേ? അവിടാണ് റിയൽ ബ്രദർഹുഡ് വരുന്നത്. ഇത് ഡീപ്പാണ്, ഇത് അണ്ടർലൈൻഡ് ആണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഇസെഡ് ഗ്രൂപ്പിൽ വേണ്ടത്. ഇസെഡ് ഗ്രൂപ്പിൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. ഇതുപോലെ ബ്രദർഹുഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ അതിനകത്ത് ചെയ്യൂ. ചിലപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓരോ ജില്ല ബേസിൽ ഇതുപോലുള്ള ആൾക്കാരെ ഒരുമിപ്പിച്ചിട്ട് ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അത് കുറച്ച് സമയമെടുക്കും പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി. ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. ഇറ്റ് ടേക്ക് ടൈം, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു ബ്രദർഹുഡ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് എന്തായിരിക്കും? നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പെണ്ണ് നമ്മൾ ഇട്ടിട്ട് പോയി, അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് എന്തായിരിക്കും? അവനെ അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് പോയി, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് എന്തായിരിക്കും? ആ ബ്യൂട്ടി എന്തായിരിക്കും? ഞാൻ നിങ്ങളോട് പറയുന്നത് സിനിമയ്ക്ക് വിളിക്കുമ്പം വരുന്ന ഫ്രണ്ടിൻ്റെ കാര്യമല്ല, ഞാൻ അവന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. റിയൽ മാസ്കുലിൻ മെൻ. അതേ ബ്രോ, എനിക്കറിയാം നിങ്ങളുടെ ഈഗോ ഒന്ന് കുറയ്ക്കേണ്ട വരും. അവൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അവൻ എന്തുകൊണ്ട് അത് പറയുന്നു നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അവനൊരു അഡ്വൈസ് തരുവാണെങ്കിൽ നിങ്ങളത് ഒന്ന് ആലോചിക്കേണ്ടി വരും, റൈറ്റ്? അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അല്ല ഞാൻ ഭയങ്കര ഇതാണ്, അല്ലെ ഞാൻ വിചാരിക്കും നിങ്ങളിപ്പോൾ എന്നോട് ഒരു അഡ്വൈസ് തരും, അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര ആളാണ്, ഞാൻ യൂത്ത് ഗ്രൂപ്പിൻ്റെ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ആകുമോ? ഇല്ല. ആ ബോധം എനിക്കുണ്ട്. സോ നമുക്കതാണ് വേണ്ടത്. നമ്മൾ കോൺസ്റ്റന്റ്ലി ഇമ്പ്രൂവ് ആവാൻ നോക്കുകയാണ്, റൈറ്റ്? സോ വി വിൽ വിൻ ആൻഡ് വി നീഡ് ടു വിൻ. ദർ ഇസ് നോ ഓപ്ഷൻ. ഗീവ് അപ്പ് ചെയ്യുക, നിർത്തിയിട്ട് പോവുക ഇല്ല. ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ അതുപോലെ റിസൾട്ട് കിട്ടത്തില്ലായിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ലായിരിക്കും. പക്ഷേ വി വിൽ നെവർ എവർ ഗീവ് അപ്പ്. നമ്മുടെ ഡിക്ഷണറിയിൽ അതില്ല, വി വിൽ നെവർ എവർ ഗീവ് അപ്പ്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ മാസ്കുലിൻ ഫ്രണ്ട്സ് ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാസ്കുലിനായിട്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഐ ആം ലുക്കിംഗ് ഫോർ സംബഡി. So message me on Instagram. We will see what will happen. Love you, brother. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Mwah.